ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം, ശുഭദിനം. ഹരി ഓം, ഹരി ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഇന്നലെ ഭാഗവതം ദശമസ്കന്ധത്തിലെ 45-ാം അധ്യായം ഒരു ശ്ലോകമേ എടുത്തുള്ളൂ. ആ ഒരു ശ്ലോകം നമ്മൾ എന്താ പറയുക, കാലികമായ വിഷയങ്ങളുമായി ചേർത്ത് വിശദീകരിച്ചു. സമയം പോയി. അപ്പോൾ അതേ വിഷയം തന്നെ നമ്മൾ ഇനിയും തുടരാനുണ്ട്. എന്താണ് ഭഗവാന്റെ ഉപനയനവും തുടർന്നുള്ള ഗുരുകുലവാസവും പിന്നീട് ഗുരുദക്ഷിണയായി ഗുരുവിൻ്റെ സാന്ദീപനി മഹർഷിയുടെ മൃതപുത്ര ആനയനം. ഈ വിഷയങ്ങളാണ് ഇനി നമ്മൾ ഈ അധ്യായത്തിൽ കാണാനുള്ളത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് 20-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. നന്ദഗോപരെ സമാധാനിപ്പിക്കുന്ന, യാത്രയാക്കുന്ന ആ വരികൾ വായിച്ച് ഉപനയനാദി കാര്യങ്ങളെക്കുറിച്ചും ഗുരുകുലവാസത്തെക്കുറിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ വായിക്കാം. 19 ശ്ലോകങ്ങൾ വിട്ട് 20-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 45-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. 20-ാം ശ്ലോകം. അധ നന്ദം സമാസാദ്യ ഭഗവാൻ ദേവകീസുതഃ സംകർഷണശ്ച രാജേന്ദ്ര പരിഷ്വജ്യേതമൂചതുഃ. പിതര യുവാഭ്യാം സ്നിഗ്ധാഭ്യാം പോഷിതൗ ലാളിതൗ വൃശം പിത്രോരഭ്യധികാ പ്രീതിഃ ആത്മജേഷ്വാത്മനോപി. സപിതാ സാ ച ജനനീ യൗ പുഷ്ണീതാം സ്വപുത്രവത് ശിശൂൻ ബന്ധുഭിരുത്സൃഷ്ടാൻ അകൽപൈ പോഷരക്ഷണേ. യാതയൂയം വ്രജം താത വയം ച സ്നേഹദുഃഖിതാൻ ജ്ഞാതീൻ വോ ദ്രഷ്ടുമേഷ്യാമോ വിധായ സുഹൃദാം സുഖം. ഏവം സാന്ത്വയ്യ ഭഗവാൻ നന്ദം സവ്രജമച്യുതഃ വാസോലങ്കാരകുപ്യാദ്യൈഃ അർഹയാമാസ സാദരം. ഇത്യുക്തസ്തൗ പരിഷ്വജ്യ നന്ദഃ പ്രണയവിഹ്വലഃ പൂരയന്നശ്രുഭിർനേത്രേ സഹ ഗോപൈർവ്രജം യയൗ. അധ ശൂരസുതോ രാജൻ പുത്രയോ സമകാരയത് പുരോദസാ ബ്രാഹ്മണൈശ്ച യഥാവദ്വിജ സംസ്കൃതിം. തേഭ്യോ ദക്ഷിണാ ഗാവോ രുക്മമാലാസ്വലംകൃതാഃ സ്വലംകൃതേഭ്യഃ സംപൂജ്യ സവത്സാ ക്ഷൗമമാലിനീഃ. യാ കൃഷ്ണരാമജന്മർക്ഷേ മനോദത്താ മഹാമതിഃ താശ്ചാദദാദനുസ്മൃത്യ കംസേനാധർമ്മതോ ഹൃതാഃ. തതശ്ച ലബ്ധസംസ്കാരൗ ദ്വിജത്വം പ്രാപ്യ സുവ്രതൗ ഗർഗാദ് യദുകുലാചാര്യാത് ഗായത്രം വ്രതമാസ്ഥിതൗ. പ്രഭവൗ സർവവിദ്യാനാം സർവജ്ഞൗ ജഗദീശ്വരൗ
നാന്യസിദ്ധാമലജ്ഞാനം ഗൂഹമാനൗ നരേഹിതൈഃ അധോ ഗുരുകുലേ വാസം ഇച്ഛന്തൗ ഉപജഗ്മതുഃ കാശ്യം സാന്ദീപനിം നാമ ഹ്യവന്തീപുരവാസിനം യഥോപസാദ്യതൗ ദാന്തൗ ഗുരൗ വൃത്തിമനിന്ദിതാം ഗ്രാഹയന്തൗ ഉപേതൗ സ്മ ഭക്ത്യാ ദേവമിവാദൃതൗ തയോർദ്വിജവരസ്തുഷ്ടഃ ശുദ്ധഭാവാനുവൃത്തിഭിഃ പ്രോവാച വേദാനഖിലാൻ സാങ്കോപനിഷദോ ഗുരുഃ സരഹസ്യം ധനുർവേദം ധർമാൻ ന്യായപഥാൻ തദാ ച അന്വീക്ഷികീം വിദ്യാം രാജനീതിം ച ഷഡ്വിധാം സർവം നരവരശ്രേഷ്ഠൗ സർവവിദ്യാപ്രവർത്തകൗ സകൃന്നിഗതമാത്രേണ തൗ സഞ്ജഗൃഹതുർനൃപ അഹോരാത്രൈശ്ചതുഷ്ഷ്ട്യ സംയത്തൗ താവതീ കലാ ഗുരുദക്ഷിണയാചാര്യം ചന്ദയാമാസ തുർനൃപ ദ്വിജസ്തയോസ്തം മഹിമാനമദ്ഭുതം സംലക്ഷ്യ രാജം അതിമാനുഷീം മതിം സമ്മന്ത്ര്യപത്ന്യാ സമഹർണവേ മൃതം ബാലം പ്രഭാസേവരയാം ബഭൂവഃ തതേത്യധാരുഹ്യ മഹാരഥൗ രഥം പ്രഭാസമാസാദ്യ ദുരന്തവിക്രമൗ വേലാം ഉപവ്രജ്യ നിഷീദദുക്ഷണം സിന്ധുർവിദിത്വാർഹണമാഹരത്തയോഃ തമാഹ ഭഗവാനാശു ഗുരുപുത്രഃ പ്രദീയതാം യോസാവിഹ ത്വയാ ഗ്രസ്തോ ബാലകോ മഹതോർമിണാ സമുദ്ര ഉവാച നൈവാഹാർഷം അഹം ദേവ ദൈത്യഃ പഞ്ചജനോ മഹാൻ അന്തർജലധര കൃഷ്ണ ശങ്കരൂപധരോസുരഃ ആസ്തേ തേനാഹൃതോ നൂനം തച്ഛ്രുത്വാ സത്വരം പ്രഭുഃ ജലമാവിശ്യതം ഹത്വാ നാപശ്യത് ഉദരേർഭഗം തദംഗപ്രഭവം ശംഖം ആദായ രഥമാഗമത് തതഃ സംയമനീം നാമ യമസ്യ ദയിതാം പുരീം ഗത്വാ ജനാർദ്ദനഃ ശംഖം പ്രദദ്മൗ സഹലായുധഃ ശംഖനിർഘാതമാകർണ്യ പ്രജാ സംയമനോ യമഃ തയോഃ സപര്യാം മഹതീം ചക്രേ ഭക്ത്യുപബൃംഹിതാം ഉവാചാവനത കൃഷ്ണം സർവഭൂതാശയാലയം ലീലാമനുഷ്യ ഹേ വിഷ്ണോ യുവയോഃ കരവാമകിം. ശ്രീഭഗവാനുവാച ഗുരുപുത്രമിഹാനീതം നിജകർമ്മനിബന്ധനം ആനയസ്വ മഹാരാജ മച്ഛാസനപുരസ്കൃതഃ തഥേതി തേനോപാനീതം ഗുരുപുത്രം യദുത്തമൗ ദത്വാ സ്വഗുരവേ ഭൂയോ വൃണീഷ്വേദിതമൂചതുഃ. ഗുരുരുവാച സമ്യക് സമ്പാദിതോ വത്സ ഭവദ്ഭ്യാം ഗുരുനിഷ്ക്രയഃ കോ नु യുഷ്മദ്വിത ഗുരോഃ കാമാനാം അവശിഷ്യത്തെ. ഗച്ഛതം സ്വഗൃഹം വീരൗ കീർത്തിർവാമസ്തു പാവനി ചന്ദാംസ്യയാതയാമാനി ഭവന്തിഹ പരത്ര ച. ഗുരുണൈവ മനുജ്ഞാതൗ രഥേനാനിലരംഹസ ആയാതൗ സ്വപുരം താത പർജന്യനിനദേന വൈ. സമനന്ദൻ പ്രജാ സർവാ ദൃഷ്ട്വാ രാമജനാർദ്ദനൗ അപശ്യന്ത്യോ ബഹ്വഹാനി നഷ്ടലബ്ധധനാ ഇവ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗുരുപുത്രാനയനം നാമ പഞ്ചചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. വൈകി വന്നവർക്കും എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം.
നാരായണ. ഹരി ഓം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കും മുമ്പ് നമുക്ക് കേരളത്തിൽ ഏറ്റവും മുതിർന്ന, ഏറ്റവും പ്രായമേറിയ ഒരു മഹാനായ ഭാഗവതാചാര്യൻ ഇന്ന് രാവിലെ ദേഹവിയോഗം സംഭവിച്ചു. അദ്ദേഹം പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മ എന്ന പേരിൽ അനേക അവാർഡുകളും മറ്റുമൊക്കെ വാങ്ങിച്ചിട്ടുള്ളൊരു മഹാനായ അധ്യാപകനാണ്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ സംസ്കൃത വിഭാഗം തലവനായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നല്ല നർമ്മമാണ് അദ്ദേഹത്തിൻ്റെ, വളരെ രസികനാണ്, വളരെ ഗൗരവമേറിയ തമാശകൾ. എന്നുവെച്ചാൽ അദ്ദേഹം പറയുമ്പോൾ തമാശയാണെന്നേ തോന്നില്ല പറയുമ്പോൾ, പക്ഷേ ആലോചനാമൃതങ്ങളാണ്. ഊറി ഊറി ചിരിക്കാൻ ആ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുക. അപ്പോൾ മഹാജ്ഞാനിയാണ്. ഭാഗവതം മാത്രമല്ല, മറ്റ് ഗീതയും ഉപനിഷത്തുക്കളും മറ്റ് പുരാണങ്ങളും എല്ലാം അദ്ദേഹം വളരെ സരളമായി വ്യാഖ്യാനിച്ചിരുന്നു. ഇപ്പം 100 വയസ്സ് ഈ ഓഗസ്റ്റിൽ അദ്ദേഹത്തിന് തികയാണ്. പക്ഷെ അതിനു മുമ്പ് 100ാം ജയന്തി ആഘോഷിക്കുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ദേഹം വെടിഞ്ഞു. എന്തായാലും മഹാഭാഗ്യവാനാണ്. ഇത്രയും കാലം ദീർഘായുസ്സോടുകൂടി എത്രയോ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന് മറ്റേ കോളേജ് വഴിക്കുള്ള അക്കാഡമിക് തലത്തിലും ആധ്യാത്മിക തലത്തിലും റിട്ടയർ ചെയ്ത ശേഷം ഏകദേശം 40 വർഷത്തോളം അദ്ദേഹം ആധ്യാത്മികമായിട്ടുള്ള ആചാര്യനായി തന്നെ തുടർന്നു. അതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ ഭാഗവതവും പ്രഭാഷണങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങളിലും മറ്റു പ്രഭാഷണങ്ങളിലും, പാലക്കാട് ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന വിജ്ഞാനരമണീയ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ റെഗുലറായിട്ട് അന്തർയോഗങ്ങളിൽ പങ്കെടുക്കും. നല്ല തമാശയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും, ലളിതമായിട്ട്. നാട്ടുംപുറത്തെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് രാമനും കൃഷ്ണനും കേശവനും ഒക്കെ നാട്ടുംപുറത്തെ ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഉദാഹരിച്ചുകൊണ്ട് രസകരമായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാത്മാവ് ഇന്ന് ദേഹം വെടിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രണമിക്കാം. ഭാഗവത ജ്ഞാനഗംഗയുടെ പ്രണാമം. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? 100 വയസ്സ് തികഞ്ഞ് ഇത്രയും മഹാജ്ഞാനിയായിട്ടുള്ള ഒരാൾ ദേഹവിയോഗം ചെയ്യുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജാതസ്യഹി ധ്രുവോ മൃത്യു, അതിൽ മാക്സിമം ശതായുർവൈ പുരുഷ എന്നുള്ള 100 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നിരിക്കുന്നു. തൃശ്ശൂർ പൂങ്കുന്നം ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ഗൃഹം, മഠം. അടുത്ത കാലത്ത് വരെ അദ്ദേഹം പ്രഭാഷണങ്ങൾക്കൊക്കെ പോയിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കാണണം എന്നുള്ളവർ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ചെന്ന് കണ്ടിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ നല്ല ബുദ്ധിയും ബോധത്തോടു കൂടി തന്നെ ഇരുന്നിരുന്ന്, ശരീരത്തിന് അതിൻ്റെ ധർമ്മം നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ശരീരം വെടിഞ്ഞു. അദ്ദേഹത്തെ പോലെ ഒരു ജ്ഞാനിക്ക് ശരീരം വെടിയുന്നത് ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. ചിരിച്ചുകൊണ്ട് ദേഹം വിട്ടിട്ടുണ്ടാവും അദ്ദേഹം. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് സദ്ഗതിക്കായിക്കൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സദ്ഗതിക്ക് വേണ്ടതൊക്കെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രണമിക്കുക, അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. മറ്റു ചെയ്യുന്നതെല്ലാം അദ്ദേഹത്തെ ചെറുതാക്കലാണ്. അദ്ദേഹത്തിന് വേണ്ടി കരയലോ അദ്ദേഹത്തിൻ്റെ സദ്ഗതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കലോ ഒക്കെ അദ്ദേഹത്തെ ചെറുതാക്കലാണ്. ചെറുതാക്കണ്ട. നമുക്ക്
അദ്ദേഹത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം. ഇനി അതുപോലെയുള്ള ആചാര്യന്മാരെയൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഒരു ഗ്യാപ്പ് അവരുണ്ടാക്കിയിട്ട് പോകുന്നത്, ഒരു വാക്വം. ഇനിയൊരു വൈദ്യലിംഗ ശർമ്മ കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെയുള്ള റയറായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് അവർ. എന്തായാലും നമസ്കരിക്കാം. നാരായണ. അപ്പോൾ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് തിരിച്ചു വരാം. ഇന്നലെ വൈകിട്ട് 26-ാം ശ്ലോകമാണ് എടുത്തത്. രാമകൃഷ്ണന്മാരുടെ ഉപനയനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അധ ശൂരസുതോ രാജൻ പുത്രയോഃ സമകാരയത് പുരോദസാ ബ്രാഹ്മണൈശ്ച യഥാവത് ദ്വിജസംസ്കൃതിം. അപ്പോൾ ശൂരസുതനായ വസുദേവർ പുത്രയോഹോ രാമകൃഷ്ണയോഹോ പുരോഹിതേന ഗർഗപുരോഹിതേന ബ്രാഹ്മണൈശ്ച അന്യൈഃ ബ്രാഹ്മണൈഃ ച യഥാവത് ദ്വിജസംസ്കൃതിം സമകാരയത്. വിധിപ്രകാരം ശാസ്ത്രോക്തപ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള ദ്വിജസംസ്കാരത്തെ, ഉപനയന സംസ്കാരത്തെ സമകാരയത് സമ്യക് അകാരയത്, നന്നായി ചെയ്തു, വേണ്ട പോലെ ചെയ്തു എന്ന് പറഞ്ഞു. അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. തേഭ്യോദാ ദക്ഷിണാഗാവോ രുക്മമാലാഃ സ്വലംകൃതാഃ സ്വലംകൃതേഭ്യഃ സംപൂജ്യ സവത്സാഃ ക്ഷൗമമാലിനീ. തേഭ്യോദാ ദക്ഷിണാഗാവോ രുക്മമാലാഃ സ്വലംകൃതാഃ സ്വലംകൃതേഭ്യഃ സംപൂജ്യ സവത്സാ ക്ഷൗമമാലിനീ. തേഭ്യഃ അദാത് ദക്ഷിണ. ഇവിടെ തേഭ്യഃ ബ്രാഹ്മണേഭ്യഃ, പുരോഹിതന്മാർ വന്നു ഉപനയന സംസ്കാരം ചെയ്യാനായിക്കൊണ്ട്. ആ ബ്രാഹ്മണർക്ക് തേഭ്യഃ അദാത് ദാനം ചെയ്തു എന്നർത്ഥം. എന്ത് ചെയ്തു? ദക്ഷിണ അദാത്, ദക്ഷിണകളെ കൊടുത്തു. എന്തൊക്കെയാണ് ദക്ഷിണകളുടെ പ്രധാനം? ഗാവഃ, പശുക്കള്. എങ്ങനെയുള്ള പശുക്കള്? രുക്മമാലാഃ സു അലങ്കൃതാഃ. രുക്മമാലാഃ എന്ന് പറഞ്ഞാൽ സ്വർണം മാലയായി കെട്ടി ധരിച്ചിട്ടുള്ള പശുക്കള്. അപ്പോൾ വെറും പശുക്കളെയല്ല കൊടുത്ത്, പശുക്കളുടെ കഴുത്തിൽ സ്വർണമാലയും ചാർത്തിക്കൊണ്ട്. എന്ന് വെച്ചാൽ അത് ആർക്കാണോ ദാനം ചെയ്യുന്നത് അവർക്ക് അർഹതപ്പെട്ടതാണ് ആ മാല. പശുവിന്റെ കഴുത്തിൽ അലങ്കാരമായി ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. പശുവിന് പെർമനന്റ് ആയിട്ട് സ്വർണ്ണമാല ഇട്ട് നടക്കേണ്ട കാര്യമില്ല. പശുക്കൾക്ക് അതിന്റെ വില അറിയൂല്ല, അത് നഷ്ടപ്പെട്ടു പോകും. കൊടുക്കുമ്പോൾ മര്യാദയ്ക്ക്, എന്തിനാച്ചാൽ ഭാവിയിൽ ആ പശുവിനെ വളർത്താനുള്ള ചെലവ് ആ സ്വർണത്തിലൂടെ കിട്ടും. ഒരു പശുവിനെ കൊടുക്കുമ്പോൾ ഒരു ഭാരം കൊടുക്കുകയാണ്. ആ പശുവിനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് വലിയൊരു ഭാരമാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു ചെലവിന് കൊടുക്കും കൂടി വേണം. അപ്പൊ അതിനാണ് ഈ പറഞ്ഞ മാലകളും മറ്റുമൊക്കെ കൊടുക്കുന്നത്. രുക്മമാലാഃ സു അലങ്കൃതാഃ, നല്ലതുപോലെ അലങ്കരിച്ചിട്ട്. അപ്പൊ പശുക്കളെ കുളിപ്പിച്ച് നല്ല എന്താ പറയുക, ദേഹത്ത് ചന്ദനവും കുങ്കുമവും ഒക്കെ ചാർത്തി അതിൽ പൂമാലകളും മറ്റുമൊക്കെ ഇട്ടും വസ്ത്രങ്ങളൊക്കെ അതിന് ധരിപ്പിച്ചും, എന്ന് വെച്ചാൽ പട്ടുവസ്ത്രങ്ങളൊക്കെ അതിനെ മുതുകത്ത് പുതപ്പിച്ചും കൊമ്പുകളിൽ സ്വർണം കൊണ്ട് കെട്ടി കുളമ്പുകളിൽ വെള്ളി കൊണ്ട് കെട്ടി അങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമമായിട്ടുള്ള ദാനം. അപ്പോൾ അത് ആ പശുവിനെ ബഹുമാനിക്കുന്നു, കൊടുക്കുന്ന ആളെ ബഹുമാനിക്കുന്നു, ഭാവിയിൽ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു. അതാണ് രുക്മമാലാഃ സ്വ അലങ്കൃതാഃ. ആർക്കാ കൊടുത്തത്? എങ്ങനെയുള്ള ബ്രാഹ്മണർക്ക്? സ്വ അലങ്കൃതേഭ്യഃ സ്വ അലങ്കൃതേഭ്യഃ ബ്രാഹ്മണേഭ്യഃ, നന്നായി അലങ്കൃതരായ ബ്രാഹ്മണർക്ക്. എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഉപനയനാദി കർമ്മങ്ങൾക്ക് വരുമ്പോൾ അവർ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല അവരുടെ എന്താ പറയുക സെറിമോണിയൽ ആയിട്ടുള്ള രീതിയിലാണ് വരിക. എന്താ വെച്ചാൽ
രാജകുമാരന്മാരായിട്ടുള്ളവരാണ് ഈ രാമകൃഷ്ണന്മാർ, അല്ലേ? ശൂരസേന രാജാവിൻ്റെ പൗത്രന്മാരാണ്, ഉഗ്രസേന രാജാവിൻ്റെ പൗത്രന്മാരാണ്. അപ്പം എല്ലാ രീതിയിലും അത് ഗംഭീരമാവണം. അപ്പം അതിന് വരുന്ന പുരോഹിതന്മാരും നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളും തലപ്പാവും ഒക്കെ ആയിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അതാണ് അലങ്കൃതേഭ്യ, നന്നായി അലങ്കരിക്കപ്പെട്ട ബ്രാഹ്മണർക്കായിക്കൊണ്ട് സംപൂജ്യ, അവരെ പൂജിച്ച് ബഹുമാനിച്ച് സൽക്കരിച്ച് അവരെ സ്വാഗതാദികൾ, പാദവന്ദനാദികൾ, അതുപോലെ അർഘ്യപാദ്യ ആചമനീയാദികൾ ഒക്കെ കൊടുത്ത് ഒരു ഈശ്വരനെ പൂജിക്കും പോലെ അതിഥികളും ബ്രാഹ്മണരുമായിട്ടുള്ള അവരെ പൂജിച്ച് ഭക്ഷണാദികളൊക്കെ അവർക്ക് തൃപ്തി വരുവോളം കൊടുത്ത് അങ്ങനെയൊക്കെയാണ് പൂജിക്കുക. അപ്പൊ അങ്ങനെ സംപൂജ്യ സവത്സാഹ ക്ഷൗമമാലിനീഹി. ഈ സവത്സാഹ എന്നും ക്ഷൗമമാലിനീഹി എന്നുള്ളത് ഗാവഹ എന്നുള്ളതിന്റെ മറ്റ് വിശേഷണങ്ങളാണ്. രുക്മമാലാഹ സ്വലങ്കൃതാഹ എന്ന് ആദ്യം പറഞ്ഞു. അതിന്റെ കൂട്ടത്തില് സവത്സാഹ ക്ഷൗമമാലിനീഹി എന്നും കൂടി പശുക്കളുടെ വിശേഷണം. എന്താ സവത്സാഹ? പ്രസവിക്കാത്ത പശുക്കളല്ല, പ്രസവിച്ച പശുക്കൾ കുട്ടി മരിച്ചുപോയതുമല്ല. ദാനം ചെയ്യുമ്പോൾ നവമായിട്ട് പ്രസവിച്ചതായിട്ടുള്ള ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രസവിച്ച ആ കുട്ടിയോടുകൂടി കൊടുക്കണം. അതാണ് മംഗളകരമായിട്ടുള്ള ദാനം. കുട്ടിയില്ലാത്ത പശുവിനെ കൊടുക്കുന്നത് അമംഗളമാണ്. അപ്പൊ എന്തായാലും കുട്ടിയോടുകൂടി, ഇതാണ് സവത്സാഹ, വത്സങ്ങളോടുകൂടി. ക്ഷൗമമാലിനീഹി, ക്ഷൗമം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രം, മാലിനി എന്ന് പറഞ്ഞാൽ മാല ധരിച്ചത്. അപ്പൊ പട്ടുവസ്ത്രങ്ങളും മാലകളുമൊക്കെ ധരിച്ച വസ്ത്രങ്ങളും മാലകളോടും കൂടിയ പശുക്കളെ നന്നായി അലങ്കരിച്ച് സ്വർണമാലയും മറ്റുമൊക്കെ ഇട്ട് വത്സങ്ങളോട് കൂടിയിട്ടാണ് ദാനം ചെയ്തത് എന്ന് ആ ദാനം ചെയ്തതിന്റെ ശ്രദ്ധയെ, അതിന്റെ മഹിമയെ വർണ്ണിച്ചു. ശ്രദ്ധയാദേയം എന്നുള്ള ശാസ്ത്രവിധി, വേദവിധി അനുസരിച്ചാണ് ചെയ്തത്. ശ്രിയാദേയം, സംവിധാദേയം എന്നൊക്കെയുള്ള ആ ദേയക്രമങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ അനുസരിച്ചിട്ടുണ്ട്. യാ കൃഷ്ണരാമജന്മർക്ഷേ മനോദത്ത മഹാമതി താശ്ചാദദാദനുസ്മൃത്യ കംസേനാധർമ്മതോ ഹൃതാഃ. യാ കൃഷ്ണരാജജന്മർക്ഷേ മനോദത്ത മഹാമതി താശ്ചാദദാദനുസ്മൃത്യ കംസേനാധർമ്മതോ ഹൃതാഃ. കൃഷ്ണരാമജന്മർക്ഷേ യാഹ മനോദത്താഹ. രാമനും കൃഷ്ണനും ഒക്കെ ജനിച്ച സമയത്ത് വസുദേവർ മനസ്സുകൊണ്ട് ദാനം ചെയ്തിട്ടുണ്ട്. നമ്മളത് ആ കൃഷ്ണാവതാര സമയത്ത് തൃതീയ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാമൻ ജനിച്ച സമയം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. നവമസ്കന്ധത്തിലും ദശമസ്കന്ധത്തിലും, നവമസ്കന്ധത്തിലാണ് രാമൻ എന്താ പറയുക, രോഹിണി പുത്രനായിട്ട് ജനിച്ചതിനെ കുറിച്ച് ലിസ്റ്റ്, ഇന്ന മക്കളൊക്കെ ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതില് സംഘർഷണം മഹീശ്വരം എന്നുകൊണ്ട് ലിസ്റ്റിൽ ഒരു പേര് പറഞ്ഞു. അല്ലാതെ ഏത് ദിവസം എവിടെ വെച്ച്, ഏതായാലും രോഹിണി നന്ദന്റെ ഗോകുലത്തിൽ അഭയാർത്ഥിയായി അതിഥിയായി താമസിക്കുന്ന കാലത്താണ് പ്രസവം. എന്തായാലും അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വസുദേവർ അറിഞ്ഞിട്ടുണ്ടാവും. ഉടനെ അറിയാൻ വഴിയില്ല. രോഹിണി പ്രസവിച്ചു എന്നുള്ള വിവരം വസുദേവർ അറിയണമെങ്കിൽ കുറെ കാലം കഴിയണം. കാരണം അന്ന് കമ്മ്യൂണിക്കേഷന് സൗകര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല കാരാഗൃഹത്തിലാണ് വസുദേവരെ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ അറിയാൻ പറ്റും? ഏതെങ്കിലും കാവൽക്കാരായിട്ടുള്ള കംസന്റെ ഭൃത്യന്മാര് സ്വകാര്യമായിട്ട് വസുദേവരോട് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. വേറെ ആരും പറഞ്ഞിട്ട് അറിയാൻ വഴിയില്ല. അപ്പൊ എന്തായാലും പ്രസവിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നൊക്കെ സാത്വികനായിട്ടുള്ള ശുദ്ധഹൃദയനായിട്ടുള്ള വസുദേവർക്ക് അറിയാൻ പറ്റും. അദ്ദേഹത്തിന് ഊഹം കൊണ്ട് യുക്തി കൊണ്ട് ഒക്കെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ മനസ്സുകൊണ്ട് അദ്ദേഹം ബലരാമൻ ജനിച്ചപ്പോഴും പശുക്കളെ ദാനം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കൃഷ്ണൻ തന്റെ മുമ്പിൽ തന്നെയാണ് ജനിച്ചത്. അപ്പൊ തന്നെ അദ്ദേഹം നിയുതം എന്ന് പറഞ്ഞു. നിയുതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 10,000 നിയുതം മറ്റേ അദ്ദേഹം കൊടുത്തതാണ്, നന്ദഗോപർ കൊടുത്തതാണ്.
10,000 പശുക്കളെ അദ്ദേഹം മനസ്സുകൊണ്ട് ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അയുധം പശുക്കളെ. എന്തായാലും മനസ്സുകൊണ്ട് ദത്തം. അതാണ് യാ കൃഷ്ണരാമ ജന്മർക്ഷേ മനോദത്ത. യാ ഗാവഹ, ഏത് പശുക്കളെയാണോ മനോദത്ത മനസ്സുകൊണ്ട് ദാനം ചെയ്തത്, മഹാമതിഹി, മഹാമതിയായ വിശാലഹൃദയനായ ഉദാരഹൃദയനായ സത്യസന്ധനായിട്ടുള്ള ആ വസുദേവന് താഹാച അതദാത് അനുസ്മൃത്യ. അതാണ് താഹാച, താ എന്ന് പറഞ്ഞാൽ അവകളെ, ആ പശുക്കളെ അനുസ്മൃത്യ ഓർമ്മയോടുകൂടെ അതദാത് ദാനം ചെയ്തു. അപ്പൊ താൻ ഏതേത് പശുക്കളെ ആർക്കൊക്കെ കൊടുക്കാൻ വിചാരിച്ചിരുന്നുവോ അത് മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് ഓർത്തുകൊണ്ട് അദ്ദേഹം ദാനം ചെയ്തു. അദ്ദേഹം അന്ന് ആരോടും പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടാണ് അന്ന് അത് ദാനം ചെയ്തത്. ഇപ്പൊ കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും ചോദിക്കാനൊന്നും പോണില്ല. എങ്കിലും ഇപ്പൊ മക്കളുടെ ഉപനയനം കഴിഞ്ഞപ്പോ ഒരു 2ാം ജന്മമാണ് അവരുടെ. ആദ്യത്തെ ജന്മത്തിലേ കൊടുക്കാൻ പറ്റിയില്ല, അല്ലേ? അവരുടെ ശരീരം ഭൂമിയിലേക്ക് അവതരിച്ചതായിട്ടുള്ള സമയത്ത് ആദ്യത്തെ ജന്മം അതിന് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇത് ദ്വിജം എന്ന് പറഞ്ഞാൽ 2ാമത്തെ ജന്മമാണ്. ഉപനയന സംസ്കാരം കഴിയുന്നതോടുകൂടി ദ്വിജത്വം എന്ന് പറഞ്ഞാൽ 2ാം ജന്മം എന്ന് അർത്ഥം. അപ്പൊ അതൊരു ജന്മമായതുകൊണ്ട് ഈ സന്ദർഭത്തിലും ദാനങ്ങൾ ചെയ്യേണ്ടതാണ്. അത് അദ്ദേഹം ആ പണ്ടത്തെ ദാനം മനസ്സുകൊണ്ട് ചെയ്തത് ഓർത്തുകൊണ്ട് ചെയ്തു എന്നാണ്. താശ്ച അതദാത് അനുസ്മൃത്യ. ആ സമയത്ത് എന്താ സംഭവിച്ചിരുന്നത്? കംസേന അധർമ്മതഃ ഹൃദാഹ. താൻ കാരാഗൃഹത്തിലാക്കപ്പെട്ടപ്പോ തന്റെ സ്വന്തമായിരുന്ന പശുക്കളൊക്കെ അധർമ്മിയായ കംസനാൽ അധർമ്മമാർഗത്തിലൂടെ അപഹരിക്കപ്പെട്ടിരുന്നു. കംസന്റെ കസ്റ്റഡിയിലായിരുന്നു. താൻ ജയിലിലും തന്റെ പശുക്കളൊക്കെ കംസന്റെ കസ്റ്റഡിയിലും. എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പൊ ഇപ്പൊ കംസൻ വധിക്കപ്പെട്ടപ്പോൾ കംസന്റെ കയ്യിലുണ്ടായിരുന്ന വസുദേവരുടെ പശുക്കളൊക്കെ അത് വസുദേവരുടെ കയ്യിൽ തന്നെ വന്നു ചേർന്നു എന്നർത്ഥം. അതൊക്കെ ഭഗവാൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ വസുദേവർക്ക് ചേരേണ്ടതെല്ലാം വസുദേവർക്ക് ചേർന്നിരുന്നു. അതിനെ വസുദേവരെ ഈ സന്ദർഭത്തിൽ ദാനം ചെയ്തു. ഒരു കടം ബാക്കി വെച്ചില്ല അദ്ദേഹം. മനസ്സുകൊണ്ട് ദാനം ചെയ്താൽ തന്റേതല്ലാതായി കഴിഞ്ഞു. തന്റേതല്ലാത്ത പശുക്കളെ ഇനിയും വെച്ചോണ്ടിരുന്നാല് ആ നൃഗൻ എന്ന രാജാവിന് പറ്റിയ അബദ്ധം വരും, അല്ലേ? നൃഗന്റെ കഥ മുമ്പേ നടന്നിട്ടുള്ളതാണ്. ഇക്ഷ്വാകു വംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശാപമോക്ഷം ഭഗവാന്റെ കൈകൊണ്ടാണ്. അത് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ കഥ. മൃഗമോക്ഷം 64-ാം അധ്യായത്തിലോ മറ്റേ. അപ്പൊ എന്തായാലും ആ നൃഗന് പറ്റിയ അബദ്ധം വസുദേവർക്ക് പറ്റാൻ പാടില്ല. താൻ മനസ്സുകൊണ്ട് ദാനം ചെയ്ത പശുക്കൾ തന്റേതല്ല, അത് ബ്രാഹ്മണരുടേതാണ്. അപ്പൊ അതിനെ വീണ്ടും അത് ബ്രാഹ്മണർക്ക് ഏൽപ്പിക്കേണ്ട രീതിയിൽ ഏൽപ്പിച്ചു എന്നർത്ഥം. യാ കൃഷ്ണരാമ ജന്മർക്ഷേ മനോദത്താ മഹാമതിഃ താശ്ചാദദാദനുസ്മൃത്യ കംസേനാധർമ്മദോ ഹൃദാഃ തതശ്ച ലബ്ധസംസ്കാരൗ ദ്വിജത്വം പ്രാപ്യ സുവ്രതൗ ഗർഗാത് യതുകുലാചാര്യാത് ഗായത്രം വ്രതമാസ്ഥിതൗ. തതശ്ച ലബ്ധസംസ്കാരൗ ദ്വിജത്വം പ്രാപ്യ സുവ്രതൗ ഗർഗാത് യതുകുലാചാര്യാത് ഗായത്രം വ്രതമാസ്ഥിതൗ. അപ്പൊ തതശ്ച അനന്തരം ലബ്ധസംസ്കാരവും, സംസ്കാരം ലഭിച്ചവരായിട്ട്, ഉപനയന സംസ്കാരം ലഭിച്ചവരായിട്ടുള്ള ആ രാമകൃഷ്ണന്മാർ ദ്വിജത്വം പ്രാപ്യ, ദ്വിജത്വത്തെ പ്രാപിച്ച്, 2ാം ജന്മത്തെ പ്രാപിച്ച് സുവ്രതൗ, സുവ്രതൗ ബ്രഹ്മചര്യം എന്നുള്ള ശ്രേഷ്ഠമായ വ്രതത്തോടു കൂടിയവരായി ഭവിച്ചു. ഉപനയനം കഴിയുന്നതോടുകൂടി ബ്രഹ്മചാരിയായി. ആ ബ്രഹ്മചര്യം നിഷ്ഠയോടുകൂടിയതായി എന്നർത്ഥം. അങ്ങനെ സുവ്രതൗ ഗർഗാത് യദുകുലാചാര്യാത് ഗായത്രം വ്രതം അസ്ഥിതൗ. യദുകുലത്തിന്റെ ആചാര്യൻ, പുരോഹിതൻ, മുഖ്യനായിട്ടുള്ളത് ഗർഗമഹർഷിയാണ്. ആ ഗർഗമഹർഷിയിൽ നിന്ന് തന്നെ ഗായത്രം എന്ന പേരുള്ള വ്രതത്തെ സ്വീകരിച്ചു. അസ്ഥിതൗ, അതിൽ സ്ഥിതി ചെയ്തു എന്നർത്ഥം. അപ്പൊ ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാൽ 3 വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതില് ഗായത്രം, പ്രാജാപത്യം, ബ്രാഹ്മം. എങ്ങനെയാണ്?
അപ്പൊ ആദ്യത്തെ ദിവസം ഉപനയനം കഴിഞ്ഞ ആ ദിവസം ഗായത്രം എന്നുള്ളതായിട്ടുള്ള വ്രതത്തോടുകൂടി ഗായത്രി ജപം ചെയ്യേണ്ടതാണ്. പൂർണ്ണമായിട്ട് അന്നത്തെ ദിവസം ഡെഡിക്കേറ്റഡ് ടു ഗായത്രി ജപം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം പ്രാജാപത്യം എന്നുള്ളതായിട്ടുള്ള വ്രതം സ്വീകരിച്ച് സമിതാദാനം മുതലായതിലൊക്കെ അഭ്യാസം നേടണം. ഹോമങ്ങൾ നിത്യ അഗ്നിഹോത്രം ചെയ്യുന്നതിലൊക്കെ നിഷ്ഠയോടുകൂടി അഭ്യസിക്കണം. അത് കഴിഞ്ഞ് ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴാണ് ബ്രാഹ്മം എന്നുള്ളതായിട്ടുള്ള വേദം പഠിക്കുന്ന ആ ഒരു ബ്രഹ്മചര്യം ബ്രാഹ്മം എന്നറിയപ്പെടും. വേദം പഠിക്കുന്ന കാലത്തെ ബ്രഹ്മചര്യം. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കൂടി ഒന്നിച്ച് ഒറ്റ ദിവസം കൊണ്ട് പണി കഴിപ്പിക്കലാണ് എല്ലാവരും ചെയ്യുന്നത്. വേദം പഠിക്കാൻ പോക്കില്ലേനും അല്ലേ? ഗുരുകുലങ്ങളിൽ പോയി വേദം പഠിക്കാനുള്ള ആ സമയമൊന്നുമില്ല. LKG UKG അങ്ങനെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കുന്നതായിട്ടുള്ള ഈ കാലത്ത് ഗുരുകുലങ്ങളിലേക്ക് അവിടെ അയക്കാനാണ്. അപ്പൊ ഇതെല്ലാം ഒറിജിനൽ അന്നത്തെ ആചാരങ്ങളാണ്. ഗായത്രം, പ്രാജാപത്യം, ബ്രാഹ്മം എന്നിങ്ങനെ ബ്രഹ്മചര്യ വ്രതങ്ങൾ. ആ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു എന്നർത്ഥം. അതിൽ ആദ്യത്തേനെ ഗായത്രത്തെ മാത്രം ഇവിടെ എടുത്തു പറഞ്ഞു. ഗർഗനിൽ നിന്ന് ഗായത്രിയെ സംബന്ധിച്ചതായിട്ടുള്ള വ്രതം സ്വീകരിച്ചു. പ്രഭവൗ സർവവിദ്യാനാം സർവജ്ഞൗ ജഗദീശ്വരൗ നാന്യസിദ്ധാമലജ്ഞാനം ഗൂഹമാനൗ നരേഹിതൈഃ അധോ ഗുരുകുലേ വാസം ഇച്ഛന്തൗ ഉപജഗ്മതുഃ കാശ്യം സാന്ദീപനിം നാമ ഹ്യവന്തീപുരവാസിനം. പ്രഭവൗ സർവവിദ്യാനാം സർവജ്ഞൗ ജഗദീശ്വരൗ നാന്യസിദ്ധാമലജ്ഞാനം ഗൂഹമാനൗ നരേഹിതൈഃ അധോ ഗുരുകുലേ വാസം ഇച്ഛന്തൗ ഉപജഗ്മതുഃ കാശ്യം സാന്ദീപനിം നാമ ഹ്യവന്തീപുരവാസിനം. അപ്പൊ ഇവരെ രാമകൃഷ്ണന്മാരെ ഗുരുകുലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയണം. ജഗദീശ്വരൗ സർവജ്ഞൗ സർവവിദ്യാനാം പ്രഭവൗ വിശേഷിപ്പിച്ചതാണതെല്ലാം. ജഗദീശ്വരൗ വാസ്തവത്തില് ഈ ലോകത്തിന്റെ മുഴുവൻ നാഥന്മാരാണ് ഈ രണ്ടുപേരും. ജഗത്തെ രക്ഷിക്കുന്നവരാണ്. സർവജ്ഞവും എല്ലാം അറിയുന്നവരാണ്. ഇനിയിപ്പോ ഇവർക്ക് ഗുരുകുലത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും അറിയാനില്ല, ഒന്നും പഠിക്കാനില്ല. സർവജ്ഞന്മാരാണ്. സർവവിദ്യാനാം പ്രഭവൗ എല്ലാ വിദ്യകളുടെയും പ്രഭവസ്ഥാനങ്ങളാണ് ഇവർ രണ്ടുപേരും. ഇവരിൽ നിന്നാണ്, ഇവരുടെ വാക്കുകളാണ് വിദ്യകളായി വേദങ്ങളായി എല്ലാം ലോകത്തിലേക്ക് വന്നത്. എല്ലാ കലകളായും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ വിദ്യകളുടെയും പ്രണേതാക്കളായിരിക്കുന്ന പ്രഭവ കേന്ദ്രങ്ങളായിരിക്കുന്ന സർവജ്ഞന്മാരായിരിക്കുന്ന ജഗദീശ്വരന്മാരായിരിക്കുന്ന ഇവർക്ക് ഇനി ഏതെങ്കിലും ഗുരുകുലത്തിൽ പോയി എന്തെങ്കിലും അഭ്യസിക്കാനുണ്ടോ? ഒന്നുമില്ല. എന്നിട്ടും നരേഹിതൈഹി നാന്യസിദ്ധാമലജ്ഞാനം ഗൂഹമാനൗ ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? നരേഹിതൈഹി നരന്മാരുടെ ഈഹിതങ്ങൾ കൊണ്ട് എന്ന് വെച്ചാൽ നരരൂപത്തിലുള്ള വ്യവഹാരങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? നാന്യസിദ്ധ അമലജ്ഞാനം ഗൂഹമാനവും അന്യസിദ്ധം അന്യരിൽ നിന്ന് സിദ്ധമായിട്ടുള്ളതല്ല ഇവരുടെ ജ്ഞാനം. അമലമായ ജ്ഞാനം, ശുദ്ധമായ ജ്ഞാനം. അപ്പൊ ശുദ്ധമായ ജ്ഞാനം അന്യരിൽ നിന്നല്ലാതെ സ്വതസിദ്ധമായിട്ടുള്ളവർ, സ്വതസിദ്ധമായ പൂർണ്ണജ്ഞാനത്തോടുകൂടിയവർ ആയിട്ടുള്ള ഇവർ അതിനെ മറയ്ക്കുകയാണ്. ഗൂഹമാനവും മനുഷ്യനാട്യം കൊണ്ട് അവർ സർവജ്ഞരാണ് എന്നുള്ള കാര്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ വ്യവഹരിച്ചുകൊണ്ട് ഗൂഹമാനവും മറച്ചു പിടിച്ചിരിക്കുക എന്നാണ് അർത്ഥം. മറച്ചിരിക്കുന്നവർ. അങ്ങനെയുള്ളവർ മനുഷ്യനാട്യത്തിൽ തന്നെയാണ് ഈ ഗുരുകുലത്തിലേക്ക് പോകുന്നത്. എന്തിനാ? ലോകരെ പഠിപ്പിക്കാൻ, ലോകർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ. അത് ഗുരുകുലേ വാസമിച്ഛന്തവും അനന്തരം ഗുരുകുലത്തിൽ വാസം ആഗ്രഹിക്കുന്നവരായിക്കൊണ്ട് പഠിക്കാനല്ല പഠിപ്പിക്കാൻ. ഇച്ഛന്തവും
കാശ്യം അവന്തീപുരവാസിനം സാന്ദീപനിം നാമ ഉപജഗ്മതു. കാശ്യം ആരാണ് അവിടെ? സാന്ദീപനി എന്ന ഗുരുവിനെയാണ് പറയുന്നത്. കാശ്യനാണ് അദ്ദേഹം. കാശ്യൻ എന്ന് പറഞ്ഞാൽ കാശിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇപ്പോ അവന്തിയിലാണ് വസിക്കുന്നത്. അതാണ് അവന്തീപുരവാസിനം. കാശിയിൽ ജനിച്ച് അവന്തീപുരത്തിൽ സാന്ദീപനി ആ ഗുരുകുലം സ്ഥാപിച്ചിരിക്കുന്നു. അവന്തി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ എന്താണ് മഹാകാലേശ്വർ ഇൻഡോറിനടുത്ത് നാളെ ഞാൻ പോയിരുന്നല്ലോ, കഴിഞ്ഞ ശങ്കരാചാര്യ പ്രതിമ ഇത് ചെയ്യുന്ന സമയത്ത് പോയിരുന്നു. ത്രംബകേശ്വരൻ അല്ല, അവന്തിയാണ്. അവന്തിയ മഹാകാലൻ. ആ സ്ഥലത്തിന് പേരുണ്ട്, ഓർമ്മ വരുന്നില്ല. ഓംകാരേശ്വര ഉജ്ജയിൻ. താങ്ക് യു. ഉജ്ജയിന്യാം മഹാകാലം. അവന്തിക എന്നും ഉജ്ജയിനി എന്നും ഒക്കെ പറയുന്ന ഒരേ സ്ഥലങ്ങൾ തന്നെയാണ്. ഉജ്ജയിനിയുടെ ഒരു ഭാഗമാണ് അവന്തിക. ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ഉജ്ജയിനി. ഓംകാരേശ്വരം അടുത്തുണ്ട്. ഒരു 100 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. 100-120 കിലോമീറ്റർ വ്യത്യാസം. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് കാണാം, ഈ ഉജ്ജയിനിയിൽ അവന്തിക എന്നുള്ള സ്ഥലത്ത് സാന്ദീപനി ഗുരുകുലം, ഭഗവാനും ബലരാമസ്വാമിയും കുചേലനും ഒക്കെ പഠിച്ച ആ ഗുരുകുലത്തിന്റെ ശേഷിപ്പുകൾ പ്രതീകാത്മകമായി അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കവിടെ ചെന്ന് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉജ്ജയിനിയിലാണ്, ഇൻഡോറിനടുത്ത്. ഇൻഡോറാണ് അവിടുത്തെ വലിയ ടൗൺ മധ്യപ്രദേശിൽ. ഇൻഡോറിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്ററാണ് ഈ ഉജ്ജയിനിയിലേക്ക്. അവിടെ തന്നെയാണ് അവന്തി. ക്ഷിപ്രാ നദി അതിൻ്റെ പരിസരമാണ് ഈ പറഞ്ഞ അവന്തിയും എല്ലാം. എന്തായാലും കാശി ആണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ആരുടെ? സാന്ദീപനിയുടെ. അവന്തീപുരവാസിനം, അവന്തികയിൽ വസിക്കുന്നു അദ്ദേഹം. സാന്ദീപനിം നാമ, സാന്ദീപനി എന്ന പേരോടുകൂടിയ ആ ഗുരുവിനെ ഉപജഗ്മതുഹു രണ്ടുപേരും കൂടി ഉപഗമിച്ചു. ഉപഗമിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ എന്ന അർത്ഥം തന്നെയാണ്. സമീപിച്ചു എന്ന് പറഞ്ഞു. അതിനെ അടുത്ത ശ്ലോകത്തിൽ ഇനിയൊരു വാക്കും കൂടി പറയുന്നുണ്ട്. യഥോപസാദ്യതൗ ദാന്തൗ ഗുരൗ വൃത്തിം അനിന്ദിതാം ഗ്രാഹയന്തൗ ഉപേദൗ സ്മ ഭക്ത്യാ ദേവം ഇവാധൃതൗ. യഥോപസാദ്യതൗ ദാന്തൗ ഗുരൗ വൃത്തിം അനിന്ദിതാം ഗ്രാഹയന്തൗ ഉപേദൗ സ്മ ഭക്ത്യാ ദേവമിവാധൃതൗ. യഥാ ഉപസാദ്യ തൗ ദാന്തൗ ഗുരൗ വൃത്തിം അനിന്ദിതാം. അപ്പൊ ദാന്തൗ എന്ന് പറഞ്ഞാൽ ദമം ഉള്ളവരായിട്ട്, നല്ല ഇന്ദ്രിയ നിയന്ത്രണം ഉള്ളവരായിട്ട് എന്നർത്ഥം. ഡിസിപ്ലിൻഡ് ആയിട്ട് ഗുരുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല അച്ചടക്കം വേണം. അപ്പൊ അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ഒതുക്കമുള്ള ദാന്തരായിട്ടുള്ള തൗ അവർ രണ്ടുപേരും യഥാ ഉപസാദ്യ ഗുരൗ അനിന്ദിതാം വൃത്തിം ഗ്രാഹയന്തൗ ദേവം ഇവ ഭക്ത്യാ ആദൃതൗ ഉപേതൗ സ്മ. എന്നുവെച്ചാൽ യഥാ ഉപസാദ്യ എന്ന് പറഞ്ഞാൽ ഉപസാദനം, ഗുരൂപസാദനം, ഗുരൂപസത്തി എന്ന് പറയും. ആ ഗുരൂപസത്തിക്ക് വിധികൾ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിലൊക്കെ, അല്ലേ? ഭഗവാൻ തന്നെ ഗീതയിൽ പറയേണ്ട അർജുനനോട്, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. 4-ാം അധ്യായത്തിൽ പറയും ഭഗവത്ഗീതയിൽ, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ആരെ? ഗുരുവിനെ ചെന്ന് പ്രണിപാതം, നമസ്കരിക്കുക, പ്രകർഷേണ നിപതിക്കുക, സമർപ്പിക്കുക.
തന്നെ തന്നെ ഗുരുവിന്റെ ആജ്ഞയ്ക്ക്, ഗുരുവിന്റെ സേവനത്തിന് സമർപ്പിക്കലാണ് പ്രണിപാതം. അല്ല തൽക്കാലം നമസ്കരിച്ച് ഓടി വരികയല്ല, മടങ്ങി വരികയല്ല. പ്രണിപതിക്കുക, പ്രകർഷേണ നിപതിക്കുകയാണ്. ഐ സറണ്ടർ മൈസെൽഫ് അൺ ടു thee. എനിക്കിനി സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ല, ഞാൻ അങ്ങയുടേതാണ്, അങ്ങാണ് എൻ്റെ മാസ്റ്റർ. അങ്ങ് എന്നെ എന്താ വേണ്ടച്ചാ ഉപദേശിക്കുക, സ്വീകരിക്കുക, എന്നെ കൊണ്ട് എന്താ വേണ്ടച്ചാ ചെയ്യിക്കുക. എനിക്ക് സ്വന്തമായിട്ടൊരു അജണ്ട ഇനിയില്ല. ആ സമർപ്പണമാണ് പ്രണിപാതം. അപ്പൊ തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന, പരിപ്രശ്നം അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോഴാണ് ഗുരുവിനും താല്പര്യം ഉണ്ടാവുക. ഇതൊരു മന്ദബുദ്ധിയല്ല, ഇവന് അറിയാനുള്ള ജിജ്ഞാസയുണ്ട്, നല്ല കാര്യങ്ങളാണ് അവൻ ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് അവന്റെ സ്റ്റാൻഡേർഡും അളക്കാൻ പറ്റുക. ഏത് തലത്തിലുള്ള ചോദ്യം ചോദിക്കണോ ആ തലത്തിലുള്ള ഉത്തരം കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ജനറലായിട്ട് ഇങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടേ ഇരിക്കാനേ പറ്റുള്ളൂ. നേരെ മറിച്ച് ചോദ്യത്തിൽ നിന്ന് ഒരാളെ നമുക്കറിയാം. അയാളുടെ ചോദ്യത്തിന്റെ സ്വഭാവം, വിഷയം ഒക്കെ നോക്കിയിട്ട് ആൾ എത്ര അറിവുള്ള ആളാണ്, എന്ത് ലെവലാണ്, അപ്പൊ ആ ലെവലിൽ നിന്ന് മറുപടി കൊടുക്കാൻ പറ്റും. ഈസിയാണ് ഗുരുവിന്. മറ്റത് ചോദിക്കാതെ പറയുമ്പോൾ ആദ്യം തൊട്ട് എല്ലാം പറയണം. ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്നുള്ള മട്ടിൽ വേണം A to Z എല്ലാം പറയണം. നേരെ മറിച്ച് ചോദ്യമാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ചോദ്യത്തിനുള്ള വിഷയം ഉത്തരം കൊടുത്താൽ മതി. തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. സേവ എന്നുള്ളത് ഗുരുവിനെ സേവിക്കുന്നത് ഗുരുവിന്റെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരുവിന് മറ്റു പണികൾക്ക് പോകാതിരിക്കാൻ അദ്ദേഹത്തിനെ സഹായിക്കുക, അദ്ദേഹത്തിന്റെ ഗൃഹകാര്യങ്ങളിലും മറ്റൊക്കെ സഹായിക്കുക, ശുശ്രൂഷ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ തേ ജ്ഞാനിനഃ. ആ ജ്ഞാനികൾ തത്വദർശികളാണവർ, സത്യമറിഞ്ഞവരാണ്, പ്രപഞ്ചരഹസ്യം ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നവരാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം, നിനക്ക് ആവശ്യമായ ജ്ഞാനത്തെ അവർ ഉപദേശിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്. ഉപനിഷത്തിൽ പറയുന്നു, പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പൊ സമിത്പാണിയായി ഗുരുവിനെ സമീപിക്കണം എന്നൊക്കെയാണ്. ഒരു മിനിറ്റ്. അപ്പൊ ഉപനിഷത്തുകളും പറയണു ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പൊ ഇങ്ങനെ ശാസ്ത്രങ്ങളൊക്കെ ഗുരുവിനെ എങ്ങനെ സമീപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉപനിഷത്തുകൾ മറ്റു ഉപനിഷത്തിലും പറയുന്നുണ്ട്, യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കതിദാഹ്യർത്ഥാഃ പ്രകാശന്തേ മഹാത്മനഃ. ശ്വേതാശ്വേതര ഉപനിഷത്തിലാവും, ഓരോ കൈവല്യത്തിലാണ്. അങ്ങനൊരു ശ്ലോകമുണ്ട്. എന്താ? യസ്യ ദേവേ പരാഭക്തി, ആർക്കാണോ ഈശ്വരന്റെ നേരെ ശ്രേഷ്ഠമായ ഭക്തിയുള്ളത്, യഥാ ദേവേ തഥാ ഗുരൗ, എങ്ങനെയാണോ ദേവനിൽ ബുദ്ധിയുള്ളത്, ഭക്തിയുള്ളത്, അതേപോലെ തന്നെ ഗുരുവിലും ഭക്തി ഉണ്ടാവണം. യഥാ ദേവേ തഥാ ഗുരൗ, ഗുരുവിലുള്ളതുപോലെ അല്ല, ദേവനിലുള്ള അതേ ബുദ്ധി ഗുരുവിലും ഉണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ തസ്യൈതേ കതിതാ ഹ്യർത്ഥാഃ, തസ്യ അവന് മുമ്പ് പറയപ്പെട്ടതായിട്ടുള്ള എല്ലാ അർത്ഥങ്ങളും എല്ലാ പുരുഷാർത്ഥങ്ങളും മോക്ഷവും പ്രകാശന്തേ മഹാത്മനഃ, ആ മഹാത്മാവിന് തസ്യ മഹാത്മനഃ ഏതേ അർത്ഥാഃ പ്രകാശന്തേ, എല്ലാ കാര്യങ്ങളും നന്നായി പ്രകാശിക്കും. അപ്പൊ ഗുരുവിൽ ഭക്തിയുള്ളവർക്കേ കാര്യങ്ങൾ വേണ്ട പോലെ പ്രകാശിക്കുള്ളൂ. ഈശ്വരനിലുള്ള ഭക്തി പോലെ തന്നെ ഗുരുവിലും ഭക്തി ഉണ്ടാവണം എന്നാണ്. അതാണ് ഉപനിഷത്തുക്കൾ വേദങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതനുസരിച്ച് ഉപസാദ്യ യഥാ ഉപസാദ്യ, വേണ്ട പോലെ വിധിപ്രകാരം ഉപസാദിച്ചിട്ട് സമീപിച്ചിട്ട്
ഗുരൗ അനിന്ദിതാം വൃത്തിം ഗ്രാഹയന്തൗ. ആ ഗുരുവിന്റെ നേർക്ക് അനിന്ദിതമായ വൃത്തിയെ, ആരാലും നിന്ദിക്കപ്പെടാത്തതായിട്ടുള്ള ശ്രേഷ്ഠമായ വ്യവഹാരത്തെ, വ്യാപാരത്തെ ഗ്രാഹയന്തൗ ഗ്രഹിപ്പിക്കുന്നവരായിട്ട്, എന്നുവെച്ചാൽ ഗുരുവിനോട് ബഹുമാനം എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ട് ദേവം ഇവ ഭക്ത്യ ആദൃതൗ ഉപേതൗ. ദേവം ഇവ ഭക്ത്യ, ദേവനെ പോലെ, മുമ്പ് പറഞ്ഞ ഉപനിഷത്ത് മന്ത്രം അനുസരിച്ച് ദേവനോടുള്ള ഭക്തി പോലെ ഗുരുവിനോടും. അപ്പൊ ദേവം ഇവ, ഒരു ദേവനെ പൂജിക്കും പോലെ, ഭക്ത്യ ആദൃതൗ, ഭക്തിയോടുകൂടി ആദരവുള്ളവരായിട്ട്, ഉപേതൗ സ്മ, ഉപേതം യാനം ചെയ്തു, സമീപിച്ചു, ഗുരുവിന്റെ അടുത്ത് വസിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പോ ഒരു ഈശ്വരനെ പോലെ തന്നെ ഗുരുവിനെ കണ്ടു. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. അപ്പൊ ഇതൊക്കെ ഭഗവാൻ എന്തിനാ ചെയ്യുന്നത്? ഭഗവാൻ ലോകഗുരുവാണ്. എന്നിട്ടും ഇപ്പോ അവതാരത്തിൽ താൻ ഒരു ബാലനായിരിക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഗുരുക്കന്മാരെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഗുരുകുലവാസം. അല്ലാതെ ഭഗവാൻ ഒന്നും പഠിക്കാനില്ല. തയോർദ്വിജവരസ്തുഷ്ടഃ ശുദ്ധഭാവാനുവൃത്തിഭിഃ പ്രോവാച വേദാനഖിലാൻ സാംഗോപനിഷദോ ഗുരുഃ. തയോർദ്വിജവരസ്തുഷ്ടഃ ശുദ്ധഭാവാനുവൃത്തിഭിഃ പ്രോവാച വേദാനഖിലാൻ സാംഗോപനിഷദോ ഗുരുഃ. തയോഃ ശുദ്ധഭാവ അനുവൃത്തിഭിഃ തുഷ്ടഃ ദ്വിജവരഃ ഗുരുഃ. തയോഃ രാമകൃഷ്ണയോഃ, ആ രാമകൃഷ്ണന്മാരുടെ ശുദ്ധഭാവ അനുവൃത്തിഭിഃ, ശുദ്ധഭാവത്തോടുകൂടി, നിഷ്കളങ്കമായ ഭാവത്തോടുകൂടി, യാതൊരു തരത്തിലുള്ള എന്താ പറയുക സ്വഭാവ ദൂഷ്യവുമില്ലാതെ, രാഗദ്വേഷാദികളില്ലാതെ ആ ഗുരുവിനോട് എങ്ങനെയൊക്കെ പെരുമാറിയോ അതാണ് വൃത്തി, അനുവൃത്തി, നിരന്തരമായ പ്രവൃത്തി. നമുക്ക് കുറച്ചു കാലമൊക്കെ അഭിനയിക്കാൻ പറ്റും. എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും കൂടെ താമസിക്കുമ്പോൾ കുറച്ചു കാലമൊക്കെ നമുക്ക് നല്ലവനാണെന്നൊക്കെ അഭിനയിക്കാൻ പറ്റും. ഒരാഴ്ചയോ ഒരു മാസമോ, ഓരോരുത്തരുടെയും ഉള്ളിലുള്ള തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും പ്രഭാവത്തിനനുസരിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ചിലര് ഒരാഴ്ച കഴിയുമ്പോഴേക്കും തനി സ്വഭാവം പുറത്തു വന്നു തുടങ്ങും. ചിലർക്ക് ഒരു മാസം വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. ചിലരൊരു 3 മാസമൊക്കെ പിടിച്ചു നിൽക്കും. അവരുടെ ഉള്ളിലുള്ള ആ രജസിന്റെ ആധിക്യം എത്രയുണ്ട് അതിനനുസരിച്ചാണ് അവർ സ്വഭാവത്തെ എന്താ പറയുക നിയന്ത്രിച്ചു നിർത്തുക. എന്നിട്ട് നന്നായിട്ട് അഭിനയിക്കും. അതിനാണ് ഗുരുകുലത്തില് വർഷങ്ങളോളം താമസിക്കണം. അതിനാണ് പണ്ടുകാലത്ത് 12 വർഷം താമസിച്ചിരുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഗുരുകുലത്തിൽ 3.5 വർഷം, 4 വർഷം, 5 വർഷം എന്ന് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ താമസിക്കുമ്പോൾ ഗുരുവിന് നമ്മളെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് വീക്ക്നെസ്, എന്തൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, ഇതൊക്കെ പതുക്കെ പുറത്തേക്ക് വരേ. സംസാരത്തിലൂടെയാണെങ്കിലും പെരുമാറ്റത്തിലൂടെയാണെങ്കിലും ഓരോ കാര്യങ്ങളിലും ഗുരുക്കന്മാരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്താ ഇയാളുടെ പന്തി, ഇയാൾ എവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഇവിടെ ഭഗവാൻ അനുവൃത്തിഭിഹി എന്ന് പറയുന്നതിലൂടെ നിരന്തരമായ വൃത്തി, ഒരേ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്, മാറ്റമില്ല, നിഷ്കളങ്കമായ പ്രവൃത്തി. അതാണ് ശുദ്ധഭാവ അനുവൃത്തിഭി. ശുദ്ധഭാവങ്ങളോടുകൂടിയ വ്യാപാരങ്ങളാൽ തുഷ്ട സന്തോഷിച്ചതായിട്ടുള്ള ദ്വിജവര ഗുരു, ആ ബ്രാഹ്മണോത്തമനായിട്ടുള്ള സാന്ദീപനി എന്ന മഹാഗുരു സാംഗ ഉപനിഷദ അഖിലാൻ വേദാൻ പ്രോവാച. സാംഗ ഉപനിഷദ, സാംഗം അംഗങ്ങളോടുകൂടിയ വേദം, ഷഡംഗങ്ങൾ. വേദം പഠിക്കുമ്പോൾ അതോട് ചേർന്ന് അത് പൂർണ്ണമാവണമെങ്കിൽ, വേദജ്ഞാനം പരിപൂർണമാവണമെങ്കിൽ ഈ 6 അംഗങ്ങളും കൂടി പഠിച്ചാലാണത് പൂർണ്ണത. ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ഈ 6 അംഗങ്ങളുണ്ട്.
ഇതെല്ലാം പൂർണ്ണമായി പഠിച്ചാലാണ് ആ വേദത്തിന്റെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുക, അതിനെ വേണ്ടിടത്തൊക്കെ വേണ്ട പോലെ വ്യാഖ്യാനിക്കാനും പ്രയോഗിക്കാനും ഒക്കെ കഴിയുക. കർമ്മങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കണം, ഉപാസനയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ അറിവാണ് അതിൽ നിന്ന് സാരമായിട്ട് ഗ്രഹിക്കേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ അംഗങ്ങളോടുകൂടി പഠിക്കണം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്, ഈ അംഗങ്ങളോടുകൂടി ഉപദേശിച്ചു എന്ന സാംഗ ഉപനിഷത. ഉപനിഷത്തുക്കളും, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദാന്തം, ആത്യന്തികമായിട്ടുള്ള വിദ്യ, അറിവിന്റെ അവസാനം. ഏതെന്നറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായി ഭവിക്കുന്നത്, ആ അറിവ് നൽകുന്ന ഇതാണ് പരാവിദ്യ എന്നറിയപ്പെടുന്ന ഉപനിഷത്തുക്കളും. അഖിലാൻ വേദാൻ പ്രോവാച, എല്ലാ വേദങ്ങളെയും പ്രോവാച. പ്രോവാച എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഉവാച, നന്നായി പറഞ്ഞു. ഇവിടെ പറഞ്ഞു എന്നുള്ളത് വാസ്തവത്തില് പഠിപ്പിച്ചു എന്നൊരു അർത്ഥത്തെക്കാൾ സാന്ദീപനി ഗുരു തനിക്ക് അറിയാവുന്നതൊക്കെ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു, ഭഗവാൻ അത് സാങ്ഷൻ ചെയ്തു, അങ്ങേക്കെല്ലാം അറിയാമെന്ന് എന്ന പോലെയായി. അല്ലാതെ ഇപ്പോ സാന്ദീപനിയിൽ നിന്ന് ഭഗവാന് പഠിക്കാനൊന്നുമില്ല. അപ്പൊ സാന്ദീപനി എന്ത് ചെയ്തു, ഭഗവാന്റെ മുമ്പില് തനിക്ക് ഇതൊക്കെ അറിയാം, ഇത് ശരിയാണോ എന്ന് അങ്ങ് പറയൂ എന്ന മട്ടില് ഭഗവാന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ സാന്ദീപനി തനിക്കറിയാവുന്നതൊക്കെ അവതരിപ്പിച്ചു. അല്ലേ? ഭഗവാനെ പഠിപ്പിച്ചു എന്നല്ല പ്രോവാച എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഭഗവാന്റെ മുമ്പിൽ നന്നായി പറഞ്ഞു, ഭഗവാന്റെ അംഗീകാരത്തിന് വേണ്ടി എന്നും അർത്ഥമെടുക്കാന്ന് പറയണം. രണ്ടർത്ഥത്തിലാണ് ഇതിന്റെ പ്രയോഗം. ഭഗവാനെ പഠിപ്പിച്ചു എന്ന് സ്ഥൂലാർത്ഥം, ഭഗവാൻ ഉപദേശിച്ചു എന്നുള്ളത് സ്ഥൂലാർത്ഥം. സൂക്ഷ്മാർത്ഥത്തില് ഭഗവാന്റെ മുമ്പില് താൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണെങ്കിൽ വാലിഡേറ്റ് ചെയ്യൂ, എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു തരൂ എന്ന മട്ടില് അവതരിപ്പിച്ചു. പ്രോവാച വേദാൻ അഖിലാൻ സാംഗോപനിഷതോ ഗുരുഹു. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം ചൊല്ലുന്നത് അപ്പൊ തന്നെ ഭഗവാൻ ഏറ്റു ചൊല്ലും, ബലരാമസ്വാമിയും. അതുകൊണ്ട് ഗുരുവിന് യാതൊരു ക്ലേശവുമില്ല. നല്ല വിദ്യാർത്ഥികൾ, ഇതുപോലെയുള്ള വിദ്യാർത്ഥികളെ കിട്ടിയ താൻ ഭാഗ്യവാനാണെന്ന് കരുതി ഒരു പ്രാവശ്യം അവരുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു കൊടുക്കും, അവരത് തിരിച്ച് അനുവാദം ചെയ്യും. സരഹസ്യം ധനുർവേദം ധർമാൻ ന്യായപദാൻ തദാ ച അന്വീക്ഷികീം വിദ്യാം രാജനീതിം ച ഷഡ്വിധാം. സരഹസ്യം ധനുർവേദം ധർമാൻ ന്യായപദാം തദാ ച അന്വീക്ഷികീം വിദ്യാം രാജനീതിം ച ഷഡ്വിധാം. സരഹസ്യം ധനുർവേദം ധർമാൻ ന്യായപദാൻ തദാച അന്വീക്ഷികീം വിദ്യാം രാജനീതിം ച ഷഡ്വിധാം. അപ്പോ ക്ഷത്രിയ ബാലന്മാരാണ് ഇവര്, രാമകൃഷ്ണന്മാര്. ഭാവിയിൽ രാജ്യഭാരം ഏറ്റെടുത്ത് ഭരിക്കാവുന്നവരാണ്. അതുകൊണ്ട് ഇവർക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ക്ഷത്രിയധർമ്മമാണ്. അതാണ് ഇവിടെ ക്ഷത്രിയന്മാർക്ക് ആയുധവിദ്യകളൊക്കെ പഠിക്കണം. അതാണ് ഇവിടെ സരഹസ്യം ധനുർവേദം. മറ്റ് വിദ്യാർത്ഥികളായിരുന്നെങ്കിൽ, ബ്രാഹ്മണരോ വൈശ്യരോ ഒക്കെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഇത് ഒഴിവാക്കാം. അവരുടെ സിലബസിൽ നിന്ന് ഓപ്ഷണൽ ആണ്, അല്ലേ? നമ്മൾ കരിയർ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചതിൽ പലതും ഒഴിവാക്കിയിട്ടാണ് പ്രീ ഡിഗ്രിക്കും അല്ലെങ്കിൽ പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോൾ പിന്നെയും കുറെ ഒഴിവാക്കി, കുറെ സ്പെഷ്യലൈസ് ചെയ്തു. അപ്പം അതുപോലെ ക്ഷത്രിയർ എന്നുള്ള വകുപ്പിൽപ്പെടുമ്പോൾ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുണ്ട്. അവർക്ക് മറ്റു പലതും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. ബ്രാഹ്മണർക്ക് വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പൗരോഹിത്യ വൃത്തിക്ക് ആവശ്യമായത് കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കണം. അതിലായിരിക്കണം അവരുടെ കമ്മിറ്റ്മെന്റ്. ആ വൃത്തിയാണ് ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്. എനിക്ക് വേദങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ സ്വയം ചെയ്യാനും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും ചെയ്യിപ്പിക്കാനും
ഒക്കെ ആയിട്ടുള്ള ഒരു പുരോഹിതനായിട്ട് തീരാനാണ് ആഗ്രഹമെങ്കിൽ ആ പൗരോഹിത്യ വൃത്തിക്ക് ആവശ്യമായിട്ടുള്ള വിദ്യകളാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ ക്ഷത്രിയ ബാലന്മാരാണ്, അതുകൊണ്ട് ആ പൗരോഹിത്യ വൃത്തിക്ക് ആവശ്യമുള്ളതൊന്നും വേണ്ട. എങ്കിലും അവർക്കെല്ലാം അറിയാം, എല്ലാം വേണ്ട പോലെ പഠിച്ചിട്ടുണ്ട്. സാന്ദീപനി സാമാന്യം പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിക്കുകയും ചെയ്തു. പിന്നെ ക്ഷത്രിയന്മാർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യകളാണ് സരഹസ്യം, ധനുർവേദം. ധനുർവേദം എന്നുള്ളതായിട്ടുള്ള വിദ്യ, അത് യജുർവേദത്തിന്റെ ഉപവേദം. ഋഗ്വേദത്തിന്റെ ഉപവേദമായിട്ട് ആയുർവേദം, യജുർവേദത്തിന്റെ ഉപവേദമായിട്ട് ധനുർവേദം, സാമവേദത്തിന്റെ ഉപവേദമായിട്ട് ഗാന്ധർവവേദം എന്ന് വെച്ചുള്ള സംഗീതം, നൃത്തം മുതലായിട്ടുള്ള കലാപരമായിട്ടുള്ള വിദ്യകൾ. മറ്റത് അഥർവവേദത്തിന്റെ ഉപവേദമാണ് സ്ഥാപത്യവേദം അഥവാ അർത്ഥശാസ്ത്രം മുതലായതൊക്കെ. അപ്പൊ അതും ഇവർക്ക് വേണം, കുറേയൊക്കെ അർത്ഥശാസ്ത്രമൊക്കെ വേണം. സ്ഥാപത്യവേദം ആവശ്യമില്ല. സ്ഥാപത്യവേദം ഈ വാസ്തു, കെട്ടിട നിർമ്മാണാദികളെ കുറിച്ചിട്ടുള്ള അറിവുകളാണ്. അതും സാമാന്യമെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തായാലും ഇവിടെ പ്രധാനമായിട്ട് ധനുർവേദം, മറ്റേ യജുർവേദത്തിന്റെ ഉപവേദമായിട്ടുള്ള ധനുർവേദവും അതുപോലെ രാജനീതി മുതലായത് പഠിച്ചു എന്ന് പറയുന്നത്. അതാണ് സരഹസ്യം ധനുർവേദം. ധനുർവേദം എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉപസംഹരിക്കേണ്ടത്, ചില ദിവ്യാസ്ത്രങ്ങൾ, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. രഹസ്യത്തോടു കൂടിയ ധനുർവേദങ്ങളും. ധനുർവേദത്തിൽ മറ്റ് ആയുധവിദ്യകളൊക്കെ വരും. ധനുർവേദം എന്ന് പൊതുവെ പറയണമെന്നേ ഉള്ളൂ. അതിപ്പോ ഗദായുദ്ധമാണെങ്കിലും വാൾപ്പയറ്റാണെങ്കിലും കുതിരസവാരിയാണെങ്കിലും രഥമോടിക്കലാണെങ്കിലും ആനപ്പുറത്തുനിന്ന് യുദ്ധം ചെയ്യലാണെങ്കിലും എല്ലാം ധനുർവേദത്തിന്റെ ഭാഗമാണ്. ധനുർവേദം മുഖ്യ സിലബസ്, അതിന്റെ ഭാഗങ്ങളായിട്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഏതാ സബ്ജക്റ്റ് എടുത്തത്? ഞാൻ മാത്തമാറ്റിക്സ് ആണ് എടുത്തത് മെയിനായിട്ട്. അത് മെയിൻ, ബാക്കി അതിന് സബായിട്ടുള്ള സബ്ജക്റ്റുകൾ കൂടെ ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആയിട്ട് കൂടെ പഠിക്കണം. അപ്പം അതുപോലെ BSc മാത്സ് എന്ന് പേര് പറയും. മാത്സ് മാത്രമേ പഠിച്ചുള്ളൂ അല്ല, കൂട്ടത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉണ്ട്. അതുപോലെയാണ് ഇവിടെ ധനുർവേദം എന്ന പേര്. കൂട്ടത്തിൽ വാൾപ്പയറ്റും കുന്തപ്പയറ്റും ഗദാ അഭ്യാസവും ഏതൊക്കെ ആയുധങ്ങളുണ്ടോ എല്ലാം കൊണ്ടും ആയുധമൊന്നും ഇല്ലാതെയുള്ള ദ്വന്ദ്വയുദ്ധങ്ങളും ഒക്കെ വരും അതിൽ. അതാണ് സരഹസ്യം ധനുർവേദം. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വരുന്നത് അല്ലേ. മല്ലരംഗത്ത് പ്രഗത്ഭരായ മല്ലന്മാരെയൊക്കെ മലർത്തിയടിച്ച് കൊന്നിട്ടാണ് വരുന്നത്. എത്രയോ ആളുകളെ, എത്രയോ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇരിക്കട്ടെ. ആർക്കു വേണ്ടി? ലോകത്തിന് വേണ്ടി, ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോ സരഹസ്യം, ധനുർവേദം, അതുപോലെ ധർമാൻ എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം പഠിപ്പിച്ചു. ന്യായപദാൻ, ന്യായമാർഗങ്ങൾ, നീതിന്യായ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, നിയമങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. ആന്വീക്ഷികയും വിദ്യാം. ആന്വീക്ഷിക എന്ന് പറഞ്ഞാൽ ലോജിക്ക്, തർക്കവിദ്യ, തർക്കശാസ്ത്രം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ തർക്കശാസ്ത്രവും ഷഡ്വിധാം രാജനീതിം ച പ്രോവാച. ഷഡ്വിധാം 6 പ്രകാരത്തിലുള്ള രാജനീതി. രാജനീതി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട നയങ്ങളാണ്. ഏതേത് സമയത്ത് എന്തെന്ത് ചെയ്യണം. രാജാക്കന്മാർക്ക് അവരുടെ രാജ്യത്തെ വികസിപ്പിക്കാനായിക്കൊണ്ട് വിസ്തൃതമാക്കാൻ അന്യരാജ്യങ്ങളെ ആക്രമിക്കാവുന്ന കാലങ്ങളുണ്ട്. അല്ലെങ്കിൽ ശത്രുക്കൾ വരുമ്പോൾ അവരെ നേരിടേണ്ടതായിട്ടുള്ള കാലങ്ങളുണ്ട്. പല കാര്യങ്ങളുണ്ട്. അതിനാണ് സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, സമാശ്രയം. ഈ 6 കാര്യങ്ങളാണ് ഷഡ്വിധാം എന്ന് പറഞ്ഞത്. അപ്പൊ സന്ധി എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ശത്രു രാജാക്കന്മാരുമായിട്ട് സന്ധി ചെയ്യണം. തങ്ങൾ വീക്കായിരിക്കുമ്പോൾ സന്ധിയാണ് നല്ലത്. തങ്ങൾക്ക് ശത്രുക്കളെ എതിരിടാനുള്ള ശക്തിയില്ല എങ്കിൽ സന്ധി ചെയ്യണം. ഇനി ശത്രുക്കളോട്
സന്ധി ചെയ്യാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ തങ്ങളെപ്പോലെ തന്നെ വീക്കായിരിക്കുന്ന മറ്റ് രാജ്യങ്ങളോട് സന്ധി ചെയ്യാം. രണ്ട് വീക്കായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ സന്ധി ചെയ്ത് ബലമായിട്ട് നിന്നു കഴിഞ്ഞാൽ മറ്റൊരു എതിരെ ഒരു വലിയ ശത്രു വരുമ്പോൾ അയാളെ നേരിടാം. അപ്പോൾ അതിനൊക്കെ ഉള്ളതാണ് സന്ധി എന്നുള്ളതായിട്ടുള്ള ഏതേത് ആളുകളുമായിട്ട് എപ്പോൾ സന്ധി ചെയ്യണം എന്നുള്ള നിയമങ്ങൾ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെയാണ്. യുദ്ധത്തെ സംബന്ധിച്ച നിയമങ്ങളും അടവുകളും നയങ്ങളും ഒക്കെയാണ് വിഗ്രഹം. യാനം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനായിക്കൊണ്ടുള്ള പുറപ്പാട്, യാത്ര, അതാണ് യാനം. അപ്പോൾ എപ്പോൾ പുറപ്പെടണം, എപ്പോഴാണ് ഉദ്യമം ചെയ്യേണ്ടത്? ശത്രുക്കൾ തളർന്നിരിക്കുമ്പോൾ, വീക്ക്നെസ് ഇരിക്കുമ്പോൾ, അവർ അലസരായിരിക്കുമ്പോഴൊക്കെയാണ് അവിടേക്ക് ചെന്ന് ആക്രമിക്കുക. അവർ അലേർട്ടായിട്ട് ശക്തരായിട്ടിരിക്കുന്ന നേരത്ത് ചെന്നാൽ വിവരം അറിയാം. അപ്പം അങ്ങനെയുള്ളതും, അതുപോലെ ആസനം, എവിടെയൊക്കെയാണ് ക്യാമ്പുകൾ നിർമ്മിച്ച് ശത്രുക്കളെ എതിരിടേണ്ടത്, എങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് ആക്രമിക്കേണ്ടത്, എങ്ങനെയുള്ളതായിട്ടുള്ള ഇരിപ്പിനുള്ള സ്ഥാനങ്ങൾ. ദ്വൈധീഭാവം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ശത്രുക്കളെ പല രീതിയിലും ചാരന്മാരെ ഉപയോഗിച്ചും മറ്റു പല രീതിയിലും തമ്മിലടിപ്പിക്കുക. അവർ തമ്മിലടിക്കുമ്പോൾ തങ്ങൾക്ക് തൽക്കാലം ആശ്വാസമാണ്, തങ്ങളെ ആക്രമിക്കാൻ വരില്ല, അവർ തമ്മിൽ അടിച്ചോളും. അപ്പോൾ അവരെ അടുപ്പിക്കുക എന്നുള്ളതാണ്. അവർ തമ്മിൽ കൂടിച്ചേർന്നിരുന്നാൽ നമുക്ക് ഭീഷണിയാണ്. അപ്പോൾ നമുക്ക് ഭീഷണിയാവുന്നു തോന്നുന്നവരെ തമ്മിലടിപ്പിക്കുക. ഇതൊക്കെ നയങ്ങളാണ്, രാജാക്കന്മാരുടെ നയങ്ങളാണ്. അതുപോലെയുള്ള സമാശ്രയം, ആരെയൊക്കെ ആശ്രയിക്കാവുന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രോവാച. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി ഇതൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. അദ്ദേഹം ഈ ധർമ്മങ്ങളിലൊക്കെ പ്രഗത്ഭനായിട്ടാണ് ഇന്നിപ്പോൾ ലോകം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്, അംഗീകരിക്കുന്നത്. ഈ വിദ്യകളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട പോലെ ഉപദേശിച്ചു കൊടുക്കാനുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. അപസരഹസ്യം ധനുർവേദം ധർമാന്യായപദാൻ തഥാ ചാന്വീക്ഷികീം വിദ്യാം രാജനീതിം ച ഷഡ്വിധാം സർവം നരവരശ്രേഷ്ഠൗ സർവവിദ്യാ പ്രവർത്തകൗ സകൃന്നിഗതമാത്രേണ തൗ സഞ്ജഗൃഹതുരു നൃപ. സർവം നരവരശ്രേഷ്ഠൗ സർവവിദ്യാ പ്രവർത്തകൗ സകൃന്നിഗതമാത്രേണ തൗ സഞ്ജഗൃഹതുരു നൃപ. സർവവിദ്യാ പ്രവർത്തകൗ, എല്ലാ വിദ്യകളെയും പ്രചരിപ്പിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നവരാണ് ഈ രണ്ടുപേരും. ഇവരിൽ നിന്നാണ് എല്ലാ വിദ്യകളും ഉണ്ടായിട്ടുള്ളത്. നരവരശ്രേഷ്ഠൗ, രാജകുമാരന്മാരാണ്, രാജാക്കന്മാരിൽ വെച്ച് ശ്രേഷ്ഠന്മാരാണ് ഈ രണ്ടുപേരും. അങ്ങനെയുള്ള തൗ, അല്ലയോ നൃപ, അല്ലയോ മഹാരാജാവേ പരീക്ഷിത്തെ, സകൃന്നിഗതമാത്രേണ സർവം സഞ്ജഗൃഹതുഹു. സകൃന്മാത്രം, അപ്പൊ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ ഏകവാര ഉച്ചാരണം കൊണ്ട് തന്നെ സർവം എല്ലാം സഞ്ജഗൃഹതു, സംഗ്രഹിച്ചു, നന്നായി ഗ്രഹിച്ചു എന്നർത്ഥം. രണ്ടുപേരും അതിനെ വേണ്ട പോലെ ഗ്രഹിച്ചു എന്നർത്ഥം. അപ്പോൾ ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അത് ഉടനെ തന്നെ തിരിച്ചു പറഞ്ഞ് ഞങ്ങളിത് സംഗ്രഹിച്ചു എന്ന് ബോധ്യപ്പെടുത്തും. അഹോരാത്രൈശ്ചതുഷ്ഷ്ട്യാ സംയത്തൗ താവതീ കലാഹ ഗുരുദക്ഷിണയാചാര്യം ചന്ദയാമാസതുരു നൃപ. അഹോരാത്രൈശ്ചതുഷ്ഷ്ട്യാ സംയത്തൗ താവതീ കലാഹ ഗുരുദക്ഷിണയാചാര്യം ചന്ദയാമാസതുരു നൃപ. അല്ലയോ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, ചതുഷ്ഷ്ട്യാ അഹോരാത്രൈഹി, ചതുഷ്ഷ്ടി 64, ഷഷ്ടി പ്ലസ് ചതു, ഷഷ്ടി 60, അതിന്റെ കൂടെ 4 കൂടി ചേർത്താൽ ചതുഷ്ഷ്ടി 64. അത്രയും അഹോരാത്രൈഹി, അത്രയും രാവും പകലുകളും കൊണ്ട്, എന്ന് വെച്ചാൽ ഗുരുകുലത്തിൽ 64 ദിവസമാണ് രാമകൃഷ്ണന്മാർ വസിച്ചത്, കൂടുതലൊന്നുമില്ല. ആ 64 ദിവസം കൊണ്ട്, അഹോരാത്രങ്ങളെ കൊണ്ട്, താവതീഹി കലാഹ സംയത്തൗ സഞ്ജഗൃഹതു, താവത്തീ കലാഹ,
താവതീഹി എന്ന് പറഞ്ഞാൽ അത്രമാത്രം 64 കലകളെ സംയതന്മാരായിട്ടുള്ളവര്, അടക്കമുള്ളവരായിട്ടുള്ള, ഏകാഗ്രതയുള്ളവരായിട്ടുള്ളവര് സഞ്ജഗൃഹതുഹു സമ്യക്കായി ഗ്രഹിച്ചു. രണ്ടുപേരും ഈ വിദ്യകളൊക്കെ 64 വിദ്യകൾ, 64 കലകൾ 64 ദിവസം കൊണ്ട് ഏകാഗ്രതയോടെ, ജാഗ്രതയോടെ പഠിച്ചെടുത്തു. എന്നിട്ട് ഗുരുദക്ഷിണയ ആചാര്യം ചന്തയാമാസതുഹു, ഞങ്ങൾ പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞു, എല്ലാ പരീക്ഷകളിലും പാസ്സായി കഴിഞ്ഞു, ഇനിയിപ്പോ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ പൊക്കോട്ടെ, ഞങ്ങൾക്ക് പോയിട്ട് ഒരുപാട് കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം. അതാണ് ഗുരുദക്ഷിണയാ. ഗുരുദക്ഷിണ കൊണ്ട് ആചാര്യം ചന്തയാമാസതുഹു, ആചാര്യനോട് ചോദിച്ചു എന്താണ് ഗുരുദക്ഷിണയായിട്ട് ചെയ്യേണ്ടത് എന്ന് പ്രേരിപ്പിച്ചു എന്നാണ്. ചന്തയാമാസതു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പ്രേരിപ്പിച്ചു. അങ്ങ് പറയൂ, അങ്ങ് ആവശ്യപ്പെടൂ, എന്താ ഗുരുദക്ഷിണ വേണ്ടതെന്ന് ചോദിച്ചോളൂ എന്നിങ്ങനെ പ്രേരിപ്പിച്ചു ഗുരുവിനെ. അതാണ് സന്ദർഭം. അപ്പൊ ഇവിടെ 64 കലകൾ 64 ദിവസം കൊണ്ട് പഠിച്ചു എന്നാ. വെറുതെ നമുക്ക് 64 കലകൾ ഏതൊക്കെയാണെന്നൊന്ന് കേട്ടിരിക്കാം അല്ലേ? 64 കലകളുടെ പേര് കേട്ടിരിക്കാം. ഇന്നും ഇതൊക്കെ വിവിധ എന്താ പറയുക കോളേജുകളിൽ, ആർട്സ് കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ അല്ലേ, സയൻസ് കോളേജുകളിലൊക്കെ വിഷയങ്ങളാണ്. ITI, പോളിടെക്നിക് മുതലായിട്ടുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എന്താ പറയുക കലാമണ്ഡലം പോലെയുള്ളതായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും ഒക്കെ വിഷയങ്ങളാണ് ഈ 64 കലകൾ. അപ്പോൾ ഇനി എന്താ പറയുക ഹോട്ടൽ മാനേജ്മെന്റ്, കാറ്ററിംഗ് അല്ലേ, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വിഷയമാണ് ഇവിടെ. എല്ലാം ഉണ്ട്. ബ്യൂട്ടീഷ്യൻ കോഴ്സുകള്, വാദ്യ കലകള്, നൃത്ത നാടകാദികള്, അതെല്ലാം വരുന്നുണ്ട്. അതിന്റെയൊക്കെ പേരുകൾ നമുക്കൊന്ന് വായിക്കാം. നെറ്റ് പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടോ? നമുക്കിത് ഇതോടുകൂടി നിർത്തുകയാണ്. അടുത്ത ശ്ലോകം വൈകുന്നേരം കാണാം. അപ്പോൾ എന്തൊക്കെയാണ് 64 കലകൾ എന്നൊന്ന് വായിക്കാം. ഗീതം, സൗണ്ട് മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യാം, വായിക്കാം, കേൾക്കാം. ഗീതം, വാദ്യം, നൃത്യം, നാട്യം, ആലേഖ്യം, വിശേഷകഛേദ്യം, തണ്ടുല കുസുമ ബലി വികാരങ്ങൾ, പുഷ്പാസ്തരണം, ദശനവസന അംഗരാഗങ്ങൾ, മണിഭൂമികാ കർമ്മം, ശയനരചനം, ഉദകവാദ്യം, ഉദകഘാതം, ഉദകവാദ്യം ഉദകഘാതവും ഒന്നാണ്, ചിത്രയോഗങ്ങൾ, മാല്യഗ്രഥന വികൽപ്പങ്ങൾ, ശേഖരാപീഠയോജനം, നേപഥ്യയോഗാഃ, കർണപത്രഭംഗാഃ, സുഗന്ധയുക്തിഃ, ഭൂഷണയോജനം, ഐന്ദ്രജാലം, കൗസുമാരയോഗാഃ, ഹസ്തലാഘവം, ചിത്രശാഖാപൂപഭക്ഷ്യവികാരവിക്രിയാഃ, പാനകരസരാഗാസവയോജനം, സൂചീവായകർമ്മ, സൂത്രക്രീഡ, വീണാഡമരുകവാദ്യാനി, പ്രഹേളിക, പ്രതിമാല, ദുർവാചകയോഗാഃ, പുസ്തകവാചനം, നാടകാഖ്യായികാദർശനം, കാവ്യസമസ്യാപൂരണം, പട്ടികാവേത്രബാണവികൽപ്പാഃ, തർക്കകർമാണി, തക്ഷണം, വാസ്തുവിദ്യ, രൂപ്യരത്നപരീക്ഷ, ധാതുവാദഃ, മണിരാഗജ്ഞാനം, ആകാരജ്ഞാനം, വൃക്ഷായുർവേദയോഗാഃ, മേഷകുക്കുടലാവകയുദ്ധവിധിഃ, ശുഗസാരികാപ്രലാപനം, ഉത്സാദനം, ക്ലേശമാർജനകൗശലം, അക്ഷരമുഷ്ടികാകഥനം, മ്ലേച്ഛഭാഷാശാസ്ത്രഗതി, ദേശഭാഷാജ്ഞാനം, പുഷ്പശകടികാ നിർമ്മിതിജ്ഞാനം, യന്ത്രമാതൃകാധാരണമാതൃക, സംവാച്യം, മാനസീകാവ്യക്രിയ, അഭിധാനകോശഃ, ഛന്ദോജ്ഞാനം, ക്രിയാവികൽപ്പാഃ, ചലിതകയോഗാഃ, വസ്ത്രഗോപനാനി, ദ്യൂതവിശേഷഃ, ആകർഷക്രീഡ, ബാലക്രീഡനകാനി, വൈനായകീ,
വൈജകി വൈതാളികി. കാണുന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം സമർപ്പിക്കാം, വൈകിട്ട് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോഴേ ഒരു കോള് വന്നതിന് ശേഷമായിരിക്കാം ഇങ്ങനൊരു നെറ്റ് പ്രോബ്ലം വന്നത്. നമുക്ക് വൈകിട്ട് തുടരാം. ഓം ഹരി ഓം.